നാഷണൽ കമ്പനിയുടെ വ്യത്യസ്തമായൊരു മ്യൂസിക് സിസ്റ്റമാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അധികമാരും കാണാൻ സാധ്യതയില്ലാത്തൊരു സിസ്റ്റമാണിത്. ഇതിനകത്ത് വരുന്നത് ടി വി, അതുപോലെ തന്നെ റേഡിയോ, കാസറ്റ് പ്ലെയർ, അങ്ങനെ 3-in-1 ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ കാസറ്റ് പ്ലെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് സ്റ്റീരിയോ മോണോ സെലക്ടർ വരുന്നതും, അതുപോലെ തന്നെ FM, MW, SW1, SW2 എന്നീ സ്വിച്ചുകൾ വരുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് പവർ സ്വിച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ റേഡിയോ ട്യൂണർ, അതുപോലെ തന്നെ വോളിയം കൺട്രോള്, അതുപോലെ തന്നെ സെലക്ടർ, ബാലൻസ്, അതുപോലെ തന്നെ ബാസ് ട്രബിള്, അതുപോലെ തന്നെ ടി വിയുടെ ചാനൽ സെലക്ടർ എല്ലാം ഈ ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TR1400E എന്നതാണ് ഇതിൻ്റെ മോഡൽ നമ്പറായിട്ട് വരുന്നത്. നിലവിൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. ഇത് ശരിയാക്കി എടുക്കാനുള്ളതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുന്ന പോലെയല്ല ഇതിൻ്റെ ക്യാബിനറ്റ് അഴിക്കുമ്പോൾ. ശരിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സങ്കീർണമായിട്ടുള്ളൊരു സിസ്റ്റമാണിത്. ഏകദേശം ഒരു 250 പുറത്ത് കേബിളുകൾ കൊണ്ടാണ് ഇത് ബോർഡുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഓരോ കേബിളും നമ്മൾ കണക്ട് ചെയ്യും തോറും അടുത്ത കേബിളുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അത്രയ്ക്കും നിറയെ കേബിളുകളാണ് ഇതിൻ്റെ അകത്ത് കമ്പനി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസമാണ് ഇത്തരമൊരു സിസ്റ്റം ശരിയാക്കിയെടുക്കാൻ. കേബിളുകളെല്ലാം സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കുന്ന പണിയാണ് അടുത്തത്. 2 ദിവസത്തിൽ കൂടുതൽ എടുത്തു ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പവർ കൊടുത്ത് നോക്കിയപ്പോൾ സംഭവം ഒക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്പീക്കറിന് എന്തോ തകരാറുണ്ട്. ഒരു സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല. അതൊന്ന് കൂടി നോക്കേണ്ടി വരും. ഇതിൻ്റെ പിക്ചർ ട്യൂബ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അത് കളർ ട്യൂബ് ആക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല. ട്യൂബ് നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുന്നതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി തന്നെ നിലനിർത്തുകയാണ്. സ്പീക്കറിൻ്റെ ഉള്ളിലേക്കുള്ള കണക്ഷൻ വിട്ടുപോയതാണ്. അത് സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് പവർ സപ്ലൈ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യാം. സ്വിച്ചൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. സ്വിച്ചിന് ചെറിയൊരു ട്രബിൾ കാണിക്കുന്നുണ്ട്. ആൻറ്റിന വെക്കാത്തതുകൊണ്ടാണ് പിക്ചർ വരാത്തത്. മാച്ച് ചെയ്ത് കാണിക്കാം. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് പാട്ട് கொட்டகங்கள்